വന്ന് എല്ലാ ജോബും പോകുമെന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടല്ലേ? ഏറെക്കുറെ ശരിയാണ്. പക്ഷെ എല്ലാ ജോബും പോകത്തില്ല. ഒരു സ്കില്ലുണ്ട് റോബോട്ട്സിനും സോഫ്റ്റ്വെയർസിനും അൽഗോരിതത്തിനും എത്തിപ്പെടാൻ പറ്റാത്തത്. ഇനി അഥവാ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയാത്തത്. അതുമാത്രമല്ല, അടുത്തൊരു 10 വർഷത്തേക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖല കൂടിയാണ് ഇത്. ഈ സ്കില്ലില്ലെങ്കിൽ സോറി ഗൈസ്, യു മേ ബി റീപ്ലേസ്ഡ്. ഈ സ്കില്ലുണ്ടെങ്കിൽ യുവർ ഡിമാൻഡ് ഹൈ ആയിരിക്കും. ഞാൻ വിനായക്, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ട്രാക്ക്പൈ. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇൻഡസ്ട്രീസിലും ഒരുപാട് കമ്പനികളിലും ഈ ഓട്ടോമേഷൻസ് എഫക്റ്റ് ചെയ്തത് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. എന്നിട്ടും ടോപ്പ് ഏണേഴ്സായ ആളുകൾ ഇന്നും റിലേ ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്കില്ലിലാണ്. ദിസ് ഇസ് നോട്ട് എ തിയറി. AI ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും റിപ്പീറ്റഡ് ജോബ്സ് ഹാൻഡിൽ ചെയ്യാനും സൂപ്പറാണ്. പക്ഷേ സെല്ലിംഗ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ ട്രസ്റ്റ്. ഇറ്റ്സ് എ പേഴ്സ്വേഷൻ. അതായത് ഒരു മനുഷ്യനെ പരിപൂർണമായി മനസ്സിലാക്കാൻ ഒരു മനുഷ്യനെ സാധിക്കത്തുള്ളൂ. അവിടെ ഒരു കോഡിങ്ങിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻസ്. സെയിൽസ് എന്നത് ഒരു പ്രൊഡക്റ്റോ സർവീസസോ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുക എന്നത് മാത്രമല്ല. അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണ്. മാത്രമല്ല, ഇപ്പോൾ മേ ബി അവരുടെ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഫിയറാണ് നമ്മൾ കുറയ്ക്കുന്നത്. മാത്രമല്ല, ചിലപ്പോൾ മേ ബി അവരുടെ ഡ്രീം ലൈഫിലേക്കുള്ള ഒരു സ്റ്റെപ്പ് ആണ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളൊരു ലാസ്റ്റ് ടൈമിൽ ഒരു ബിഗ് പർച്ചേസ് ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കാമോ? മേ ബി അതൊരു കാറാവാം, മേ ബി ഒരു കോഴ്സ് ആവാം, എന്തുമായിക്കോട്ടെ. ഈ ഒരു ഡിസിഷൻ നിങ്ങൾ പൈസ എന്നുള്ള ഒരൊറ്റ ഫാക്ടർ വെച്ച് മാത്രമാണോ വാങ്ങിച്ചത്? അതോ അവിടെ ഒരാളുണ്ടായിരുന്നില്ലേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് കാണിച്ചു തന്നിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നില്ലേ? ദാറ്റ് ഈസ് സെയിൽസ്. ഇതൊരിക്കലും ഒരു AI-ക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഘടകമല്ല. ഇപ്പോൾ കമ്പനികൾ AI ഓട്ടോമേഷൻ കോഴ്സുകളും അതുപോലെ തന്നെ ലീഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. CRM പോലത്തെ ടൂളുകൾ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവിടെ ഒരു എൻഡിൽ ഒരു സെയിൽസ് പേഴ്സൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയാണ് സെയിൽസ് പേഴ്സണെ എംപവർ ആക്കുന്നത്. ഇന്നത്തെ കാലത്ത് സെയിൽസ് സ്കിൽ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ ഒരിക്കലും നമുക്ക് AI-നെ വെച്ചിട്ട് ഡേറ്റ ഇൻസൈറ്റ്സുകൾ കിട്ടും. എവിടെയാണ് ഫോളോ അപ്സ്, എവിടെ എത്തി, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോൾസ് എത്ര വിളിച്ചു, ഇങ്ങനെ ഒരുപാട് ഡേറ്റാസ് നമുക്ക് ഇൻസൈറ്റ്സ് ആയിട്ട് കിട്ടും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരിക്കലും ക്ലോസിങ് നടക്കില്ല. ഇവിടെയാണ് നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുന്നത്. ഇവിടെയാണ് കണക്ഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത്. AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താം. ഉദാഹരണത്തിന് ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നിങ്ങളുടെ കോൾ റെക്കോർഡിങ്സ് കേട്ട് കൊണ്ട് തന്നെ എവിടെയാണ് മിസ്റ്റേക്സുകൾ വരുത്തിയെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. അതുപോലെ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ എവിടെയാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് മിസ് ഔട്ട് ആയതെന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു സെയിൽസ് പേഴ്സൻ്റെ കയ്യിലൊരു ടൂൾ മാത്രമാണ് AI എന്ന് പറയുന്ന ടെക്നോളജി. ഓരോ ദിവസവും ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് AI-യും സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെ ജോബ് നിങ്ങളെക്കാൾ നന്നായിട്ടും വളരെ സ്പീഡിലും AI-ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി ഡേഞ്ചറിലാണ്. പക്ഷേ ഹൈ ലെവൽ സെയിൽസ് സ്കിൽസ് ലൈക്ക് നെഗോഷിയേഷൻ ആയിക്കോട്ടെ, പ്രോസ്പെക്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് നല്ല രീതിയിലുള്ള ട്രസ്റ്റ് നിങ്ങൾ കസ്റ്റമേഴ്സായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയുമെങ്കിൽ കമ്പനീസ് നിങ്ങളെ റിലേ ചെയ്തേ മതിയാവും. അപ്പോൾ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അവരവരുടെ റവന്യൂ ആണ്. സോ നിങ്ങളവിടെ സേഫാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത് കരുതി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയല്ല, റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുവഴി കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് കൃത്യമായും മനസ്സിലാക്കാനും നമുക്ക് അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫാബ്, അതായത് ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഫാബ് കൃത്യമായി അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതും നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇതുപോലെ തന്നെ തേർഡ് ആൻഡ് ഫൈനൽ, ദാറ്റ് ഇസ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇവിടെ വരുന്നത് ഈ പേഴ്സണൽ ബ്രാൻഡ് വഴി നമ്മൾ അവരുടെ മനസ്സിൽ ഒരു എക്സ്പേർട്ടായി ചിത്രീകരിക്കാനും അവരുടെ മനസ്സിലൊരു ഇടം നേടാനും നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു AI റവല്യൂഷനിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ AI റവല്യൂഷൻ സർവൈവ് ചെയ്യും എന്ന് മാത്രമല്ല, യു വിൽ ത്രൈവ് ഇൻ ഇറ്റ്. ടെക്നോളജി ഇവോൾവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ച് AI-യും ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ബട്ട് ഹ്യൂമൻ കണക്ഷൻസ്
ഇറ്റ്സ് ടൈംലെസ്. AI പവേർഡ് വേൾഡിൽ നിങ്ങൾക്കൊരു സെയിൽസ് മാസ്റ്റർ ആവണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ട്രാക്പയുടെ സെയിൽസ് എഞ്ചിനീയർഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം. ബിക്കോസ് ഹിയർ ഇസ് ദ ട്രൂത്ത്, ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ക്യാൻ സെൽ ഇറ്റ്. I am Vinayak, helping you to stay irreplaceable. See you in the next video.